ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രേം കെ സിവ ഓർ കുച്ച് നഹീം എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി സഹി മിലാൻ കരെ. അത് രണ്ട് കോളത്തിൽ നമുക്ക് ഒരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളത്തിലത്തത് ഏതാണോ മാച്ച് സെക്കൻഡ് കോളത്തിലുള്ളതിന് അപ്പോൾ അതിൻ്റെ നേരെ എഴുതാം. ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? कतार में गड़े व्यक्ति को फोटोकॉपी लेने का पैसा चाय के दुकान वाले ने अस्पताल के भीतर और बाहर की. അതുപോലെ ഇപ്പുറത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ബഹൻ കെ പാസ് നഹി ദാ 20 രൂപയെ ചാഹിയേ ദേ ദുനിയ അലഗ് ദി മുജ്സെ പൈസ ന മാംഗ ദാ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഇപ്പുറത്തെ കോളത്തിൽ ഏതാണോ മാച്ച് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ശരിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വായിച്ച് നോക്കാം. കത്താർ മേ ഗഡേ വ്യക്തിക്കോ 20 രൂപയെ ചാഹിയതേ. അപ്പോൾ ആ ലൈനിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് 20 രൂപ കൊടുത്തത്. അപ്പോൾ അതാണ് അതിന് മാച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ അതെഴുതി. രണ്ടാമത്തത് ഫോട്ടോ കോപ്പി ലേനേക്ക പൈസ. ഫോട്ടോ കോപ്പി എടുക്കാൻ ആരുടെ കയ്യിലാണ് പൈസ ഇല്ലാതിരുന്നത്? ബഹൻ കെ പാസ് നഹിദ, നമ്മുടെ ലേഖികയുടെ അനിയത്തിക്കാണ് ഫോട്ടോ കോപ്പി എടുക്കാൻ കാശില്ലാതിരുന്നത്. മൂന്നാമത്തത് ചായ് കെ ദുഖാൻ വാലെ നെ, ചായക്കടക്കാരനാണ് എന്ത് ചെയ്തത്? മുജ്സെ പൈസ ന മാങ്കാത, അയാൾ എന്ത് ചെയ്തു? ചായയുടെ കാശ് വാങ്ങിയില്ല. അപ്പോൾ അതാണ് അതിന് മാച്ചുള്ളത്. അപ്പോൾ അതതിൻ്റെ നേരെ എഴുതി. ലാസ്റ്റ് വൺ അസ്പതാൽ കെ ഭീത്തർ ഔർ ബാഹർ കി ദുനിയ അലഗ് ദി. ഹോസ്പിറ്റലിൻ്റെ അകത്തും പുറത്തുമുള്ള ലോകം വ്യത്യസ്തമാണ്. അപ്പോൾ അത്രയാണ് ആ ഒരു ആക്ടിവിറ്റി കേട്ടോ. ആ 4 ശരിയായത് അതിൻ്റെ നേരെ എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡയറി കെ ആധാർ പർ പൂർത്തി കരെ ഔർ ബാക്കി ലിഖേ. നമ്മുടെ ചാപ്റ്റർ ഒരു ഡയറി ആണല്ലോ, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സുകൾ? അവിശ്വാസ്, ഗതം ഹോത്താ ഹെ, പ്രേം സേ, അങ്കുരിത് ഹോത്താ ഹെ, ഇൻസാനിയത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബാക്കി 4 ഉണ്ട് അല്ലേ. അതിന് 4 സെൻറ്റൻസ് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക? ഫസ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത് പ്രേംസേ, അത് വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നതൊന്ന് വായിച്ച് നോക്കാം അല്ലേ. ഫസ്റ്റ് പ്രേംസേ അവിശ്വാസ് ഗത്തം ഹോത്താ ഹേ. അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് എഴുതി വെക്കാം. പ്രേം സേ ഇൻസാനിയത്ത് അങ്കുരിത് ഹോത്തി ഹേ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ മനുഷ്യത്വം ഉണ്ടാകുന്നു. പ്രേം സേ അവിശ്വാസ് ഗതം ഹോത്താ ഹേ. അങ്കുരിത് എന്ന് പറഞ്ഞാൽ അങ്കുരിത് ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു, ഗതം ഹോത്താ ഹേ എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നു. സ്നേഹമുണ്ടെങ്കിൽ അവിടെ അവിശ്വാസം ഇല്ലാതാകുന്നു. പ്രേം സേ ദയ അങ്കുരിത് ഹോത്തി ഹേ. സ്നേഹമുണ്ടെങ്കിൽ ദയയുണ്ടാകുന്നു. പ്രേം സേ ഹിംസ ഗതം ഹോത്തി ഹേ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ആക്രമണം ഇല്ലാതാകുന്നു. പ്രേം സേ സമാനുഭൂതി അങ്കുരിത് ഹോത്തി ഹേ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ എന്ത് ഉണ്ടാകും? സഹാനുഭൂതി ഉണ്ടാകുന്നു. പ്രേം സേ ലാലച്ച് ഗതം ഹോത്താ ഹേ. സ്നേഹമുണ്ടെങ്കിൽ അത്യാഗ്രഹം ഇല്ലാതാകുന്നു. അപ്പം അതുപോലെ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക കേട്ടോ ആ സെൻറ്റൻസ്. ഓക്കെ, नेक्स्ट एक्टिविटी डायरी में इंसानियत का प्रभाव स्पष्ट करने वाले प्रसंग कौन कौन से है ढूंढ कर लिखे. നമ്മുടെ ഈ ഡയറിയിൽ മനുഷ്യത്വം പ്രകടമാവുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. पहले प्रसंग में लेखिका ने 20 रुपये न होने की वजह से अस्पताल के कतार में असहाय गड़े रहे आदमी की मदद की. ഫസ്റ്റ് ഏതാണ് സംഭവം? നമ്മുടെ ആ ഹോസ്പിറ്റലിൻ്റെ ക്യൂവിൽ ഒരു 20 രൂപയില്ലാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ആ ആളെ നമ്മുടെ ലേഖിക സഹായിച്ചു.
दूसरे प्रसंग में लेखिका की बहन को अपनी नन्ही बच्ची को गोद में लिए फोटോകോപ്പി लेने को दुकान जाना पड़ा. രണ്ടാമത്തത് നമ്മുടെ ലേഖികയുടെ അനിയത്തിയുടെ കുട്ടിനെ എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ വന്നതാണ്. ലേക്കിൻ പൈസേ ചൗദേ തല്ലേമേ ചുഡ്ഗയേതേ. അവരുടെ കാശ് എവിടെയാണുള്ളത്? ഹോസ്പിറ്റലിൻ്റെ 4ാമത്തെ നിലയിൽ അവരുടെ റൂമിലാണുള്ളത്. ദുക്കാൻദാർ പൈസയ്ക്ക് ബിന ഫോട്ടോ കോപ്പി ലേനേക്കോ തയ്യാർ നഹി താ. ഈ കടക്കാരനാണെങ്കിൽ കാശ് കൊടുക്കാതെ ഫോട്ടോ കോപ്പി കൊടുക്കാൻ തയ്യാറായില്ല. तब पास खड़े एक लड़के ने उसकी फोटोकॉपी को भी पैसे जमा कर दिए. അപ്പോൾ അടുത്ത് നിന്നിരുന്ന ഒരു ആൺകുട്ടി ആ കുട്ടിയുടെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള കാശ് കൊടുക്കുകയാണ്. അതാണ് രണ്ടാമത്തെ സംഭവം. അപ്പോൾ ഒന്നും പറഞ്ഞു രണ്ടും പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ സംഭവമാണ് കേട്ടോ. ഇനി तीसरे प्रसंग में अस्पताल का चाय वाला लेखिका से स्नेहिल बातचीत करता है. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ഒരു ചായക്കടക്കാരൻ നമ്മുടെ ലേഖികയോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. छोटे कप में चाय मांगने पर भी वह उसे बड़े कप में चाय देता है. ചെറിയ കപ്പിൽ ചായ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വലിയ കപ്പിൽ തന്നെ ചായ കൊടുത്തു. बहुत जिद करने के बाद भी चाय वाला चाय का पैसा स्वीकार करने को तैयार नहीं हुआ. വളരെയധികം നിർബന്ധിച്ചിട്ടും നമ്മുടെ ചായക്കടക്കാരൻ നമ്മുടെ ലേഖികയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാൻ തയ്യാറായില്ല. डायरी में वर्णित इन तीनों प्रसंगों में इंसानियत का प्रभाव हम स्पष्ट रूप से देख सकते हैं. ഇതാണ് നമ്മുടെ ഡയറിയിൽ വർണ്ണിച്ചിട്ടുള്ള 3 മനുഷ്യത്വം പ്രകടമാവുന്ന 3 സംഭവങ്ങൾ. അതാണ് കേട്ടോ. ഏതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ്, നമ്മുടെ ആ ക്യൂവിൽ നിൽക്കുന്ന വ്യക്തിക്ക് 20 രൂപയില്ലാതെ നമ്മുടെ ലേഖിക സഹായിച്ചു. രണ്ടാമത്തത്, ലേഖികയുടെ അനിയത്തി ഫോട്ടോ കോപ്പി എടുക്കാൻ വന്നപ്പോൾ കാശില്ലാതെ അടുത്ത് നിന്നിരുന്ന ഒരു ആൺകുട്ടി സഹായിച്ചു. മൂന്നാമത്തത്, ചായക്കടക്കാരൻ ലേഖികയുടെ കയ്യിൽ നിന്നും ചായയുടെ കാശ് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പിന്നെന്താണ്? ചെറിയ കപ്പിൽ ചായ ചോദിച്ചപ്പോൾ വലിയ കപ്പിൽ കൊടുത്തു. പിന്നെ നല്ല സ്നേഹത്തോടെ സംഭാഷണം അല്ലേ, ഓരോ വിവരങ്ങളൊക്കെ ചോദിച്ചു. അതാണ് 3 മനുഷ്യത്വം പ്രകടമാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. ഹമേ ദൂസരോം സെ സ്നേഹിൽ വ്യവഹാർ കർനാ ഹേ. ഈസ് വിഷയ പർ ഏക് ലഘുലേഖ ലിഖേ. നമ്മൾ മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ലേഖനം എഴുതാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണം. സ്നേഹിൽ വ്യവഹാർ, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, സംഭാഷണം. സ്നേഹ കിസി വ്യക്തി യാ ജീവ് കെ പ്രതി പസന്ത് കി ഭാവന ഹേ. സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയോടോ ജീവിയോടോ ഉള്ള ഒരിഷ്ടം അല്ലേ, അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. വഹ് മൈത്രിയ സദ്ഭാവന കെ ബി പരേ കി ഭാവന ഹേ. ഇത് സൗഹൃദത്തിനും അപ്പുറത്തുള്ള ഒരു വികാരമാണ്. വ്യക്തി കെ മൻമേ കിസി കെ പ്രതി സ്നേഹ ഹേ തോ ഉസ്സേ മാത്ര സദ്വ്യവഹാർ കരേഗ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു ഇഷ്ടത്തെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. വിഷമ പരിസ്ഥിതിയോ മേ പടേ വ്യക്തി സെ സ്നേഹപൂർണ്ണ വ്യവഹാർ കർനാ ഹേ ഇൻസാനിയത്ത് ഹേ. ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്, ഇൻസാനിയത്ത് എന്ന് പറയുന്നത്. एक सामाजिक प्राणी होने के नाते मनुष्य को अपने सहजीवों से हमेशा स्नेहिल व्यवहार करना है. ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമ്മുടെ മനുഷ്യന് എന്ത് ചെയ്യണം? മറ്റുള്ള സഹജീവികളോടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറണം. സ്നേഹിൽ വ്യവഹാർ സെ ഹം ലാലച്ച് അവിശ്വാസ് ഔർ ഹിംസാ കോ മീട്ടാ സക്തേ ഹേ. നമ്മൾ എന്ത് ചെയ്യണം? അത്യാഗ്രഹം, അവിശ്വാസം, ആക്രമണമൊക്കെ ഒഴിവാക്കണം. പകരം ഇസ്സേ ദയ, സമാനുഭൂതി, വിശ്വാസ് ആദി അങ്കുരിത് ഹോത്തെ ഹേ. പകരം എന്ത് വേണം? എല്ലാവരോടും നല്ല ദയ, നല്ല സഹാനുഭൂതി, വിശ്വാസം ഇതൊക്കെ ഉണ്ടാവണം.
प्रेम की वजह से ही यह धरती बची हुई है यह सबसे താക്കത്വർ മൂല്യ ഹേ. സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഭൂമി നിലനിൽക്കുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒരു മൂല്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഭൂമി നിൽക്കുന്നത്. അപ്പോൾ എന്ത് വേണം, നമ്മളെല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറണം. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്റർ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാം നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.